ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എങ്ങനെ എളുപ്പത്തിൽ ഒരു ടേസ്റ്റി ബീഫ് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം എന്നതിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ വാഷ് ചെയ്തെടുത്ത 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അരി വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചായിരുന്നു. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പം ഞാൻ 2-3 ഏലയ്ക്ക, ഗ്രാമ്പു, 2 കഷ്ണം പട്ട, ഒരു തക്കോലം എന്നിവയൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും കഴുകി വെച്ച ബസ്മതി റൈസ് നമുക്ക് ആഡ് ചെയ്യാം. അരിയിട്ട് തിളച്ച് കഴിയുമ്പോൾ ചോറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ചോറ് ഒട്ടിപ്പിടിക്കാതെ തന്നെ നല്ല മയത്തിൽ കിട്ടും. അപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി കോരിയെടുക്കാം. പിന്നെ ഫ്രൈഡ് റൈസ് ഒക്കെ വെക്കുമ്പോൾ ചോറ് ഒരുപാട് വെന്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 85% വേവാണ് നമുക്ക് ആവശ്യം. എന്നാലേ ചോറ് കുഴഞ്ഞു പോകാതെ വിട്ടുകിടക്കത്തുള്ളൂ. പിന്നെ വെള്ളം നന്നായി ഡ്രെയിൻ ചെയ്തതിന് ശേഷം ചോറ് തണുത്ത് കിട്ടാനായിട്ട് ഞാൻ ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ചോറിൻ്റെ ആവിയൊക്കെ ഒന്ന് മാറി തണുത്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ. ബീഫ് ഫ്രൈഡ് റൈസിന് ആവശ്യമായ ബീഫ് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കുക്കറിലേക്ക് മാറ്റി വേവിച്ചെടുക്കാം. ബീഫ് വേവിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ മാരിനേറ്റ് ചെയ്യാം. അതിനായി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്, ഒരു 2.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായി പുരട്ടിയെടുക്കാം. ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചെടുത്തത്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. ചൂടായ പാനിലേക്ക് ബീഫ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പുരട്ടിയെടുത്ത ബീഫ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ബീഫാണ്. ഫ്രൈഡ് റൈസ് ഒക്കെ വെക്കുമ്പോൾ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാലും മതിയാവും. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈഡ് റൈസിന് ആവശ്യമായ വെജിറ്റബിൾസ് നോക്കാം. ഞാനിവിടെ ഓരോ കപ്പ് വീതം ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ക്യാപ്സിക്കം എന്നിവ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു സവോളയും ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചൂടായ അടിക്കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ശേഷം സ്മൂത്തായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അത്യാവശ്യം വഴന്നു വരട്ടെ. ഇനി വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ആഡ് ചെയ്യുന്നത് ചോപ്പ് ചെയ്ത് വെച്ച ബീൻസ് ആണ്. ഇതിൻ്റെ പച്ചമയം മാറുന്നത് വരെ ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മതി. ബീൻസ് ഒത്തിരി നേരം വഴറ്റാതെ തന്നെ അടുത്തതായി നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം.
ക്യാരറ്റും ഇതുപോലെ പച്ചമയം മാറുന്നവരെ ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സോർട്ട് ചെയ്ത വെജിറ്റബിൾസിനെ ഈ പാത്രത്തിൻ്റെ തന്നെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഫ്രൈഡ് റൈസിന് ആവശ്യമായ മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. സെപ്പറേറ്റ് എണ്ണ ഒഴിച്ച് ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെജിറ്റബിൾസ് സോർട്ട് ചെയ്ത എണ്ണ തന്നെ ധാരാളമാണ് മുട്ട ചിക്കിയെടുക്കാൻ. ഞാൻ ഫ്രൈഡ് റൈസ് വെക്കുമ്പോൾ പൊടികളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. സോസ് യൂസ് ചെയ്യുന്നതാണ് ഫ്രൈഡ് റൈസിന് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു കളറിലും ഫ്ലേവറിലും നമ്മുടെ ഫ്രൈഡ് റൈസ് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വേവ് കൂടുതലുള്ള വെജിറ്റബിൾ വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ. അതുകൊണ്ട് ക്യാപ്സിക്കം ഒക്കെ ആദ്യം ഇട്ട് കൊടുത്താൽ അത് പെട്ടെന്ന് തന്നെ വെന്തു പോകും. അടുത്തതായി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി അധികം വെജിറ്റബിൾസ് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ബീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഏറ്റവും അവസാനമാണ് നമ്മൾ ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാബേജിൻ്റെ ആ പച്ച ഫ്ലേവർ ഒട്ടും തന്നെ മാറാതിരിക്കാനാണ് നമ്മൾ അവസാനം ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും വെജിറ്റബിൾസ് കൂടെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് ഉപ്പിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് നേരത്തെ തയ്യാറാക്കി വെച്ച റൈസാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസും റൈസും ഒക്കെ നന്നായിട്ട് മിക്സ് ആകും വിധം ഒന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഒത്തിരി ഇട്ട് വഴറ്റിയാൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് പോയി കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഫ്രൈഡ് റൈസിന് അതിൻ്റേതായ ഒരു ലുക്കും ടേസ്റ്റും ഒക്കെ കിട്ടണമെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ വഴന്നു പോകാതെ ശ്രദ്ധിക്കണം. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ചൂടാകാനായിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്